മാങ്ങ വെച്ചിട്ട് പുഡിംഗ് തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോട് കൂടി നമുക്കൊരു മാമ്പഴ പുഡിംഗ് തയ്യാറാക്കാം. എല്ലാവർക്കും നമസ്കാരം. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത 2-3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുപ്പ് അധികമായതല്ല, പാകത്തിന് പഴുത്ത മാങ്ങയാണ് എടുക്കേണ്ടത്. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പുഡിങ്ങിലേക്ക് 1 പാക്കറ്റ് പാലും അതേപോലെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആവശ്യമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത മാങ്ങ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 പാക്കറ്റ് പാല് മുഴുവനായിട്ടൊന്നും ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയും ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഈ മാങ്ങ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആരില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങ വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ, ഇഷ്ടംപോലെ മാങ്ങ ഉള്ള സമയമല്ലേ. മാങ്ങ നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടികട്ടിയുള്ള പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രൈ പാൻ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത മാങ്ങ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് കൈ വെക്കാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ മാങ്ങയിലത്തെ ഒരുവിധം വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നവർക്കാണെന്ന് ഇത്തിരി ബുദ്ധിമുട്ടാവും, അല്ലാത്തവർക്ക് ഇതൊരു പ്രയാസമായിട്ട് തോന്നില്ല. പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ആവശ്യത്തിൻ്റെ പാലൊഴിച്ചിട്ട് നമ്മളിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കട്ടകളില്ലാതെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ. 1 പാക്കറ്റ് പാലിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിരുന്ന് അതെടുത്താണ് നമ്മളിത് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കട്ടകളില്ലാതെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ വെക്കാതെ നമ്മളിത് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വെക്കാതെ വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. ഈ പരുവത്തിലായാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ പുറത്തെടുത്തത്. നമ്മളിത് ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുത്തത്, ഫ്രീസറിലല്ല. സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ചതെങ്കിലും കൂടി നമുക്കിത് അടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ കൈ വെക്കാതെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ മാമ്പഴം വെച്ചിട്ട് പുഡിംഗ് തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം. ഈ പുഡിങ്ങിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ പുഡിങ് കണ്ടില്ലേ, നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പുഡിങ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മീതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്.
പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.